മുഖ്യ പലിശ നിരക്കുകളിൽ മാറ്റമില്ലാതെ റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6.25%, റിവേഴ്സ് റിപ്പോ നിരക്ക് 5.75%മായി തുടരും. നോട്ട് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ വായ്പാ നിരക്കാണ് RBI പ്രഖ്യാപിച്ചത്. എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, നോട്ട് പിൻവലിക്കലിന് ശേഷമുള്ള ആദ്യ വായ്പാ നയമാണ് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പണപ്പെരുപ്പം കുറഞ്ഞ സാഹചര്യത്തിലും വായ്പാ നിരക്കുകളിൽ മാറ്റമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഗിരീഷ്മ, നോട്ട് പിൻവലിച്ച നടപടിക്ക് ശേഷമുള്ള ആദ്യ വായ്പാ നയ അവലോകന യോഗമാണ് ഇന്ന് ചേർന്നത്. സ്വാഭാവികമായും ഇന്നത്തെ അനുകൂല സാഹചര്യങ്ങളിൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് വാണിജ്യ ലോകം പ്രതീക്ഷിച്ചിരുന്നു. 0.25% വരെ പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകും, കുറവുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അതിന് അനുകൂല ഘടകമായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്ന കാര്യം ഒന്ന്, പണപ്പെരുപ്പ നിരക്കിൽ വന്നിട്ടുള്ള ഇടിവാണ്. രണ്ടാമത്, ഈ നോട്ട് പിൻവലിച്ച നടപടിക്ക് ശേഷം ബാങ്കുകളിൽ കുമിഞ്ഞുകൂടിയിട്ടുള്ള പണലഭ്യത ബാങ്കുകളിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, മൺസൂണിന്റെ സ്വാധീനം എത്രത്തോളമാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അനുകൂല സാഹചര്യങ്ങളിൽ പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണ് ഇന്ന് റിസർവ് ബാങ്കിന്റെ വായ്പാ നയ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെയാണ് ഇപ്പോൾ വായ്പാ നയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലെ റിപ്പോ നിരക്കായ 6.25 എന്നുള്ളത് അതേ രീതിയിൽ തന്നെ തുടരും. അതോടൊപ്പം തന്നെ റിസർവ് ബാങ്കിൽ മറ്റ് വാണിജ്യ ബാങ്കുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ ഈടാക്കുന്ന പലിശയായ റിവേഴ്സ് റിപ്പോ നിരക്ക് 5.75%മായും തുടരും. അത്തരത്തിൽ ഒരു മാറ്റവും ഇപ്പോൾ പലിശ നിരക്കുകളിൽ വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ത്യൻ ഓഹരി വിപണികളിൽ കനത്ത ഇടിവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയും സെൻസെക്സും താഴോട്ട് പോകുന്നു എന്നുള്ളതാണ് വ്യവസായ ലോകത്തു നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏതായാലും ഇപ്പോൾ റിസർവ് ബാങ്ക് പ്രഥമ പരിഗണന നൽകിയിട്ടുള്ളത് ഈ നോട്ട് പിൻവലിച്ച നടപടി മൂലമുണ്ടായിട്ടുള്ള ആഘാതങ്ങൾ മറികടക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലിശ നിരക്കിൽ മാറ്റം വരുത്തിക്കൊണ്ട് മറ്റൊരു നയം ഇപ്പോൾ ഉണ്ടാവേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനവും റിസർവ് ബാങ്ക് എടുത്തു. അതാണ് സ്വാഭാവികമായും ഇന്നത്തെ ഈ ഒരു പ്രഖ്യാപനത്തിൽ കണ്ടിട്ടുള്ളത്. മറ്റ് ചില ഘടകങ്ങൾ റിസർവ് ബാങ്ക് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന്, അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ യോഗം ചേരുകയും എണ്ണയുടെ ഉൽപ്പാദനത്തിൽ കുറവ് വരുത്താനുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാരലിന് $80 വരെ ഈ അസംസ്കൃത എണ്ണയുടെ വില ഉയരാനുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ പ്രവചിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യം പരിഗണിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന ഘടകമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വ്യവസായ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു മാന്ദ്യമുണ്ട്. ആ ഒരു മാന്ദ്യം മറികടക്കുന്നതിനായി ഇപ്പോൾ പലിശ നിരക്കുകൾ കുറയ്ക്കുക എന്നുള്ളതല്ല പ്രധാന മാർഗം എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് റിസർവ് ബാങ്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മറ്റൊന്ന്, ഈ മാസം അവസാനം അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ വായ്പാ നയ അവലോകന യോഗമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അമേരിക്കൻ ഫെഡറൽ റിസർവ് വായ്പാ നിരക്കുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ പ്രവചിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ കുറയ്ക്കുകയും അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രതിഫലിക്കും. ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഉൾപ്പെടെ ഇടിയാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. ഇത്തരത്തിലുള്ള സാധ്യതകളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് നിലവിലെ സ്ഥിതി തന്നെ തുടരാൻ, അതായത് പലിശ നിരക്കിന്റെ കാര്യത്തിൽ നിലവിലെ സ്ഥിതി തന്നെ തുടരാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്കിൽ ഇടിവുണ്ടാകും എന്നുള്ള ഒരു പ്രവചനവും ഇപ്പോൾ റിസർവ് ബാങ്ക് നടത്തിയിരിക്കുന്നു. 2 മാസം മുമ്പ് ചേർന്ന റിസർവ് ബാങ്കിന്റെ വായ്പാ നയ അവലോകന യോഗത്തിൽ 7.6% ആഭ്യന്തര ഉൽപാദന GDP വളർച്ചാ നിരക്ക് എന്നുള്ളതാണ് പ്രവചിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അത് 7.1 ആയി കുറഞ്ഞിരിക്കുന്നു. 4% കുറവുണ്ടാകും എന്നുള്ള ഒരു പ്രവചനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ പണം പിൻവലിച്ച നോട്ട് നിരോധിച്ച നടപടിക്ക് ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരു മാന്ദ്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വ്യവസായ മേഖലയിൽ ആ മാന്ദ്യം ദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആഭ്യന്തര ഉൽപാദന നിരക്കിൽ ഉണ്ടാകുന്ന ഇടിവ് ഇന്ത്യയുടെ സമ്പദ് ഘടനയെയും അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയെയും ഗുരുതരമായി ബാധിക്കും. സാമ്പത്തിക വളർച്ചയിൽ ഇടിവുണ്ടാകും എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് നൽകുന്നത്. ഗിരീഷ്മ. സന്തോഷ്, നോട്ട് പിൻവലിക്കലിന് ശേഷം ബാങ്കുകളിലെ നിക്ഷേപം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വായ്പാ നയത്തെ ഇതൊരു തരത്തിലും സ്വാധീനിച്ചിട്ടില്ല എന്ന് വേണോ കരുതാൻ? ഗിരീഷ്മ, ഈ പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് അതുതന്നെയാണ്. നോട്ട് പിൻവലിച്ച നടപടിക്ക് ശേഷം ബാങ്കുകളിൽ നിക്ഷേപം കുമിഞ്ഞുകൂടിയ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇത് ഒരു നിഷ്ക്രിയ പണമായി അല്ലെങ്കിൽ ഈ വലിയ രീതിയിൽ പലിശ ലഭിക്കാത്ത രീതിയിൽ ഉള്ള ഒരു പണമായി ബാങ്കുകളിൽ നിലനിൽക്കുകയാണ്. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. കാരണം ഈ നിക്ഷേപങ്ങൾക്ക് പലിശ നൽകേണ്ടതുണ്ട്. എന്നാൽ ലോൺ ഇനത്തിൽ ഈ പലിശ ക്രയവിക്രയ
വിക്രയം നടത്താൻ സാധിക്കാതെ വരുമ്പോൾ അത് ബാങ്കുകൾക്ക് നഷ്ടമുണ്ടാകും. അതുകൊണ്ട് തന്നെ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തുന്നത്, പലിശ നിരക്ക് കുറക്കുന്നത് കൂടുതൽ ലോണ് പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി കമ്പോളത്തിലേക്ക് കൂടുതൽ പണം എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. ആ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ടുകൂടിയാണ് പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താനുള്ള ഒരു സാധ്യത പ്രവചിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു സാധ്യതയിലേക്ക് റിസർവ് ബാങ്ക് കടന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ ഒരു ഘട്ടത്തിൽ പലിശ നിരക്ക് കുറയ്ക്കുന്നത് പ്രതിസന്ധി മറികടക്കാൻ ഇടയാക്കില്ല എന്നുള്ള, അല്ലെങ്കിൽ പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു മാർഗമാകില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് റിസർവ് ബാങ്ക് എത്തിയത്. ആ സാഹചര്യത്തിലാണ് നിലവിലെ പലിശ നിരക്കുകൾ തന്നെ തുടരാനുള്ള ഒരു സാധ്യത പ്രവചിക്കപ്പെടുന്നത്. ഏതായാലും 2 മാസത്തിന് ശേഷം വീണ്ടും റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ വായ്പ അവലോകന യോഗം ചേരും. ആ സമയമാകുമ്പോഴേക്കും നിലവിലെ നോട്ട് പിൻവലിച്ച നടപടിയുടെ ആഘാതം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ചിത്രം റിസർവ് ബാങ്കിന് ലഭിക്കും. ആ ഒരു ഘട്ടത്തിൽ പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ RBI എത്തിയിരിക്കുന്നത്. പലിശ നിരക്കുകളിൽ മാറ്റമില്ലാതെ റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചിരിക്കുന്നു. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.